ശ്രീ എച്ച് സലാം. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിരവധിയായിട്ടുള്ള അവയവ മാറ്റിവെക്കൽ നടന്നിട്ടുണ്ട്. ഒരു പ്രശ്നം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ബന്ധുക്കളുടെ മാത്രമാണ് മാറ്റിവെക്കപ്പെടുന്ന സാഹചര്യം വരുന്നത്. ബന്ധുക്കൾ അല്ലാത്തവരുടെ മാറ്റിവെക്കാനുള്ളൊരു തടസ്സങ്ങൾ ഉണ്ടാവുന്നു. അത് ഗവൺമെന്റ് പരിശോധിച്ച് ആ തടസ്സങ്ങൾ മാറ്റി അത് നടത്താൻ ആവശ്യമായ നിലപാട് കൂടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. സർ, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അവിടെ ഇതുവരെ മരണാനന്തര അവയവദാനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇപ്പോൾ അതല്ലാതെ സർക്കാർ മേഖലയിൽ അവയവ മാറ്റം നടക്കുന്നത് തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടുമാണ്. സർ, ഇവിടെ സർക്കാർ മേഖലയിൽ കൂടുതലായിട്ട് അവയവ മാറ്റങ്ങൾ ഇപ്പോൾ വലിയ ഒരു ചിലവാണ് ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ട് വളരെ സങ്കീർണമായ ഭാരിച്ച സാമ്പത്തിക പ്രതിസന്ധി വരുന്ന ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് സർ. അതുകൊണ്ടാണ് അവിടെ സർക്കാർ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. സർക്കാർ മേഖലയിൽ തന്നെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ജനകീയമായിട്ടുള്ളൊരു ഇടപെടലാണ് സർ. ഈ മേഖലയിൽ അതായത് ഒരു 40-45 ലക്ഷം രൂപയൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ ഒന്നിച്ചെടുക്കാൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നൊരു സാഹചര്യം വരുമ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപ എവിടെ നിന്ന് കണ്ടെത്തും സർ? അതുകൊണ്ടാണ് അതിലേക്ക് ഒരു ഇടപെടൽ നടത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് തുടങ്ങുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യത്തിൽ കൂടുതലായി ട്രാൻസ്പ്ലാന്റുകൾ സർക്കാർ ആശുപത്രികളിൽ നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്.